ഹലോ, എല്ലാ കുട്ടികൾക്കും നല്ല നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതിനോടൊപ്പം ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്റ്റീവ് ഇൻ്റർമീഡിയേറ്റ്സ്. അതിനകത്ത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു ടേമാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. നമ്മളിന്ന് കുറച്ച് ഇഫക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ ഇതിനെ ജനറലി റെപ്രസെൻറ്റഡ് ബൈ ഐ ഇഫക്റ്റ്. ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പെർമനൻ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്. ഇറ്റ് ഈസ് എ പെർമനൻ്റ്, ഫസ്റ്റ് പോയിന്റ് ആണത്. ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്. The permanent displacement of shared electron pairs in carbon chain towards more electronegative atoms or groups. This is called inductive effect. The inductive effect it is defined as the permanent displacement of shared electron pair in carbon chain towards more electronegative atoms or groups. ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാർബൺ ചെയിൻ്റെ കേസിലാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്, വേർ എക്സ് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. സോ വാട്ട് ഹാപ്പൻ ഹിയർ? ദീസ് ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് മോർ ഇലക്ട്രോനെഗറ്റീവ് hetero atoms or X atoms. So in this case the hetero atoms acquire partial negative charge, when the case of carbon chain acquire partial positive charge. So we use a term that is partial charge. The partial charge is generally represented by the form of delta, like this. This is partial. This charge, this sign indicates what? Delta, and this delta indicates the partial. Delta means partial. So the heteroatoms or the atoms other than carbon acquire a partial negative charge, and the carbon atom it gives or it gains partial positive charge. Okay, or this bond can also represented by this way. This bond can also represented by on the basis of electron displacement. Here the heteroatom is more electronegative, and this atom attract the shared electron pair towards itself. What will happen here? That means we represented arrow on middle of this bond, arrow like this. This arrow point indicates the electrons were drags or electrons were gain from this direction. Okay, that means the electrons which is gain the carbon electrons which is gained towards heteroatom. Is it clear? So this is the inductive effect. These are the representations for inductive effect. അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വന്നു, ഇത് ഹാപ്പി ആയി അല്ലേ? എപ്പോഴും ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് ഹാപ്പി ആവുക. നമ്മൾ പൈസ കിട്ടുമ്പോഴല്ലേ നമുക്ക് ഹാപ്പി ആവുക. ഇവനും കൂടുതൽ ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഇവൻ ഹാപ്പിയായി. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണെങ്കിലോ അവൻ സങ്കടമായി, ഇവൻ കിടന്ന് കരയാം. അപ്പോൾ ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബക്കാരൊക്കെ വരും അല്ലേ? എന്ത് ചെയ്യും? അവർ കുറഞ്ഞൊരു ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഇവന് കൊടുക്കും, എടാ നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ തരാം, കുറഞ്ഞ ഇലക്ട്രോൺ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ബോണ്ടിലേക്ക് കിട്ടുന്നത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും അല്ലേ? നമ്മൾ ആരെങ്കിലും കൊടുക്കും, ഒരാൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ട് കുടുംബക്കാർ വന്നിട്ട് അത്രയും പൈസ കൊടുക്കില്ല, ഒരു കുറഞ്ഞ എമൗണ്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. അതേപോലെ ഇവനും ചെറിയൊരു കോൺട്രിബ്യൂഷൻ അങ്ങോട്ടേക്ക് കൊടുക്കുള്ളൂ. അപ്പം അടുത്ത ആളാകുമ്പോഴോ ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനും കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുക്കും. അപ്പോൾ ഇവന് പാർഷ്യൽ പോസിറ്റീവായിട്ട് മാറും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട് വഴിയുള്ള ട്രാൻസ്ഫർ ആണ് അല്ലേ? ഇലക്ട്രോൺസിൻ്റെ സിഗ്മ ബോണ്ടിലൂടെയുള്ള ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം സിഗ്മ ബോണ്ടിലൂടെയുള്ള ട്രാൻസ്ഫറാണ്. അപ് ടു 3 ബോണ്ട് വരെ നമുക്ക് എന്തുള്ളൂ? ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് ഉണ്ടാവുള്ളൂ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അനുഭവപ്പെടുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇവിടെയുള്ള ഹെട്രോആറ്റത്തിന് കിട്ടുന്ന ചാർജിനനുസരിച്ച് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും.
ഒന്നാമത്തെ നമ്മൾ പ്ലസ് ഐ ഇഫക്റ്റ് എന്നും പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നും രണ്ടാമത്തേനെ നമ്മൾ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നും പറയും. ഞാൻ നിങ്ങളുടെ ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഹെട്രോ ആറ്റം അക്വയർ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹെൻസ് ഇറ്റ് ഈസ് മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കാം? നമുക്ക് മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം ദ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് ഗ്രൂപ്പ്സ് ഓർ ആറ്റം ഈസ് കോൾഡ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇവിടെ നോക്കൂ, ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഈസ് റെഫേർഡ് ടു ആസ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? വൺസ് ഇൻസ്റ്റെഡ് ഓഫ് ദീസ് more electronegative X, we are using less electronegative atoms such as Z or A and T. ഇവിടെ നമ്മൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക. സോ ഇൻ ദിസ് കേസ് ദ ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് കാർബൺ ആറ്റം. ദെൻ വാട്ട് വിൽ ഒബ്സർവ്? This can be represented like this, and we can observe that the carbon atom acquire a partial negative charge and heteroatom, that is other than carbon atom, acquire a partial positive charge. So this effect will leads to the contribution for plus I effect. Is it clear? ഇതിനെയാണ് നമ്മൾ പ്ലസ് ഐ ഇഫക്റ്റ് നമ്മൾ പറയുന്നത്. ഇനി പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താ? അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ. ഇനി NO ഗ്രൂപ്പ്സ്, NO2 ഗ്രൂപ്പ്സ്, പിന്നെ ക്ലോറിൻ, ഹാലജൻ ഗ്രൂപ്പ്സ് അല്ലേ, ക്ലോറിൻ വരുന്നത്, ഇതെല്ലാം തന്നെ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവർ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. അപ്പോൾ ഇവരെല്ലാം മൈനസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ജനറലായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇവരെന്താ കാണിക്കുന്നത്? പിന്നെ പ്ലസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്, ജസ്റ്റ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്കറിയാം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാർബണിനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോൺ കാർബണിന് കൊടുക്കും, ഹൈഡ്രജൻ ഇലക്ട്രോൺ കാർബണിന് കൊടുക്കും, ഹൈഡ്രജൻ ഇലക്ട്രോൺ കാർബൺ കൊടുക്കും. അപ്പോൾ കാർബണിന് എക്സ്ട്രാ ഒരു കുറേ നെഗറ്റീവ് ചാർജ് അല്ലേ? കാർബൺ എന്താ ചെയ്യുക? ഈ നെഗറ്റീവ് ചാർജ് ഒക്കെ കൂടി കിട്ടും, അവൻ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇലക്ട്രോണിനെ മറ്റാക്കി കൊടുക്കും, അവൻ്റെ എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസാണ് പ്ലസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുക. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുള്ളൂ. ഈ കാർബൺ ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവൻ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുക. അതുകൊണ്ടാണ് ആൽക്കൈൽ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് യൂസ്ഫുൾ ടു എക്സ്പ്ലെയിൻ ദ സ്ട്രെങ്ത് ഓഫ് സം ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ബേസ്. നമുക്ക് ചില ഓർഗാനിക് ആസിഡുകളുടെയും ബേസുകളുടെയും സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. നമുക്ക് നോക്കാം ആസിഡ് സ്ട്രെങ്ത് ഓഫ് അലിഫാറ്റിക് ആസിഡ്സ്. നോക്കൂ, നിങ്ങൾക്കറിയാം ഫോമിക് ആസിഡ്, അതായത് മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ആസിഡ്സ് വരുന്ന കേസിൽ ഏതാണ് മോർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയാൻ പറ്റുമോ? HCOOH, CH3COOH, CH3CH2, CH3COOH. ഇതിൽ പറയാൻ പറ്റും ഏത് ആസിഡാണ് മോർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, ഐസോപ്രൊപ്പൈൽ ആസിഡ് ആണോ? ഏത് ആസിഡ് ആയിരിക്കും മോർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എഴുതുകയാണെങ്കിൽ HC≡OH എന്ന് വരും. ആസിഡ് എന്ന് പറഞ്ഞാൽ H+നെ വിട്ടുകൊടുക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ C≡O ആണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഓക്സിജൻ ആറ്റം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഈ ഇലക്ട്രോൺ പെയറിനെ വലിക്കും. അപ്പോൾ കാർബണിന് പോസിറ്റീവ് ചാർജ് ആവും. ആ പോസിറ്റീവ് ചാർജ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഇവിടെ നിന്ന് ലോൺ പെയറിനെ കൊടുക്കും. അപ്പോൾ ഓക്സിജൻ പോസിറ്റീവ് ആവും. ഇത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഓക്സിജൻ എന്ത് ചെയ്യും? നേരെ ഇവിടുന്ന് എന്തിരിക്കും? ഈ OH ബോണ്ടിൽ നിന്ന് ഈ ബോണ്ട് വലിച്ചിട്ട് ഹൈഡ്രജനെ H+ ആയിട്ട് വിട്ടുകൊടുക്കും. എന്താ പറഞ്ഞത്? ഒന്നും കൂടി, ഒരു വട്ടം കൂടി. C+, ഇപ്പോൾ ഈ ഡബിൾ ബോണ്ടാണ് ഉള്ളത്. ഈ ഓക്സിജൻ ബോണ്ട് വലിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ബോണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവൻ പ്ലസ് ആയി. അപ്പോൾ ഇവിടുത്തെ പ്ലസ് ഇവിടെ കറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ആര് ഇലക്ട്രോൺ കൊടുക്കും? ഇവിടുത്തെ ഓക്സിജൻ ഇലക്ട്രോൺ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അവിടെ വരുമ്പം OH ബോണ്ടിൻ്റെ ഈ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ വലിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Hനെ സ്വതന്ത്രമാക്കി നമുക്ക് ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടി പറ്റും. വി ക്യാൻ ഈസിലി റിമൂവ് ഹൈഡ്രജൻ ആസ് H+ അയോൺ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മോർ അസിഡിക്. H+നെ വിട്ടുകൊടുക്കുന്ന ആളല്ല അസിഡിക് എന്ന് പറയുന്നത്. അസിറ്റിക് ആസിഡിലേക്ക് നോക്കി നോക്കും. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദീസ് H ഗ്രൂപ്പ്സ് in acetic acid containing methyl groups, CH3 groups, what will happen here? Here the more electronegative oxygens withdraw its electron pair, so carbon atom is less electronegative and it is less electron density, so it's acquire a partial positive charge.
On this time, the alkyl groups will donate electron towards this carbon atom instead of this oxygen atom. ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ H+ വിട്ടുകൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ വേഗത്തിൽ? ഇല്ല. എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറഞ്ഞു. സോ മോർ അസിഡിക് ഈസ്, നമുക്ക് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസറ്റിക് ആസിഡ് ദാൻ ഐസോപ്രോപ്പൈൽ ആസിഡ്സ്. മനസ്സിലായോ പറഞ്ഞ എന്താണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ ആസിഡ് സ്ട്രെങ്ത് നമുക്ക് ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നോക്കും മോനെ, NO2CH2COH, fluorine FCOOH, ClCH2COOH, FCH2COOH, then bromine CH2COOH, iodine CH2COOH, different alkyl groups, then acetic acid CH3COOH. ഇതിൽ ആർക്കായിരിക്കും മോർ അസിഡിക് ഉണ്ടാവുക? നമുക്കറിയാം ഫ്ലൂറിൻ ക്ലോറിനേക്കാളൊക്കെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ നമുക്ക് നൈട്രജൻ്റെ N ഡബിൾ ബോണ്ടോ O-, N+. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ നൈട്രജനിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുത്തു. അപ്പുറമുള്ളത് CH2 C ഡബിൾ ബോണ്ട് OOH, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോണിനെ ആർക്ക് ഡൊണേറ്റ് ചെയ്യും? ഇവന് ഡൊണേറ്റ് ചെയ്യും. ഇവിടേക്ക് കൊടുക്കൂല. പകരം എന്താണ്? ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പം ഇവിടുന്ന് ഈ ഇലക്ട്രോണിനെ ഓക്സിജൻ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്ത് വിടും? ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. Hനെ H+ ആയിട്ട് വിടും. ഇത് നോക്കൂ നിങ്ങൾ, അടുത്ത കേസിലേക്ക് നോക്കൂ. NO2വിനേക്കാൾ പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയാണ് ഫ്ലൂറിൻ, പക്ഷേ NO2വിൻ്റെ അത്രയും ഇഫക്റ്റ് ഫ്ലൂറിന് ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവായിരിക്കും. എന്നാലും എന്തായിരിക്കും സംഭവിക്കുക? ഫ്ലൂറിൻ ഇലക്ട്രോണിനെ വലിക്കും. അപ്പോൾ ഇവൻ ഇലക്ട്രോണിനെ കൊടുക്കും. CO-യിൽ നിന്ന് ഇലക്ട്രോണിനെ കാർബൺ വലിക്കും, പിന്നെ ഓക്സിജൻ വലിക്കും, കാർബൺ പോസിറ്റീവായി. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോണിനെ കൊടുക്കേണ്ടി വരും, Hനെ വിട്ട് കൊടുക്കേണ്ടി വരും. ക്ലോറിൻ ആകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു, ബ്രോമിന് പിന്നെയും കുറഞ്ഞു, അയഡിന് തീരെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സായി. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് വരുമ്പോൾ ഇതായിരിക്കും മോർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്, അത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത്. ലീസ്റ്റ് ആസിഡാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ അസിഡിറ്റിയിൽ നമുക്ക് പറയാനുള്ള ഒരു ഭാഗം. ഇനി അടുത്തത് നമുക്ക് ബേസിക് ക്യാരക്ടർ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ബേസിക് നേച്ചർ ഉണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് വരിക എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പോർഷൻ മനസ്സിലായില്ല എല്ലാവർക്കും? സംശയമില്ല അതിനകത്ത്? ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ആൽക്കൈൽ ചെയിനിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ അയഡിൻ വരുമ്പോഴും ഫ്ലൂറിൻ വരുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയാണ് ആസിഡ് വിചാരിക്കുക. BrCH2 C ഡബിൾ ബോണ്ട് OH, BrCH2 CH2 C ഡബിൾ ബോണ്ട് OH, BrCH2 CH2 CH2 C ഡബിൾ ബോണ്ട് OH. ഇങ്ങനത്തെ കേസാണ് വരുന്നതെന്ന് മക്കൾ നിങ്ങൾ പറയാം. ഇതിൽ ആർക്കായിരിക്കും മോർ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക? ഇവിടെ നോക്ക്, ഇത് ആ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇത് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാറ്റം ആൽഫ കാർബണാറ്റത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ബീറ്റ കാർബണാറ്റത്തിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് വന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ബീറ്റ, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഗാമ കാർബണാറ്റത്തിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രോമിൻ വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്കിവിടെ ചെയിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച്, എന്താ പറഞ്ഞത്, ചെയിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അസിഡിക്കിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് CH2 ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ ബ്രോമിൻ വലിക്കും. അപ്പോൾ പിന്നെ ഇവന് പെട്ടെന്ന് ഇവിടുന്ന് ഓക്സിജൻ വിട്ടുകൊടുക്കും. എന്നാൽ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ ബ്രോമിൻ വലിക്കുമ്പം ആ ഇഫക്റ്റ് ഇവിടെ കൊടുക്കുന്നത് കുറവായിരിക്കും അല്ലേ? ഇത് ഇങ്ങോട്ടേക്ക് വലിക്കും. പക്ഷേ ആ കൊടുക്കുന്ന മുഴുവനായിട്ടുള്ള ചാർജ് ഇതിലേക്ക് കൊടുക്കില്ല, കുറച്ച് ചാർജ് ഇവിടെ ഉണ്ടാവും. ആ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള C+ കൂടി ഇതിന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അസിഡിക് സ്ട്രെങ്ത് ഇവിടെ എന്ത് ചെയ്യും? കുറഞ്ഞു Hനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഇവിടെ കുറഞ്ഞു വരും. അപ്പം മോർ അസിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതായിരിക്കും? ഇവിടുത്തെ മോർ അസിഡിക് എന്ന് പറഞ്ഞാൽ ആൽഫ ഗ്രൂപ്പ്സിലുള്ള ആളുകളായിരിക്കും ഇവിടെ മോർ അസിഡിക് ആയിട്ട് വരിക. ദെൻ ഇവൻ ലീസ്റ്റ് അസിഡിക് ആണ് ഈ പറഞ്ഞ സാധനം. ഓക്കെ, അപ്പം അസിഡിക് സ്ട്രെങ്തിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ഇനി ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചറാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റം വിചാരിക്കുക, ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചറാണ്.
ആൽക്കൈൽ ഗ്രൂപ്പ്സ് 3 ആൽക്കൈൽ ഇങ്ങനെ ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കണ്ടോ? അപ്പം എന്താ സംഭവിക്കുക? ഇവന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കാർബൺ ആറ്റം C+, ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ആളുകൾ കൊടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റേബിളായി. എന്നാൽ 2 ഇതേ ഉള്ളെങ്കിലോ, CHൻ്റെ കേസ് ആണെങ്കിലോ ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പേ ഡൊണേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. ഇനി CH2 6 ആണെന്നുള്ള കേസ് പ്ലസ് ആണെങ്കിൽ ഇവിടുന്ന് ഒരൊറ്റ ഗ്രൂപ്പ്സേ ഇവിടെ ഡൊണേറ്റ് ചെയ്യാനുള്ളൂ, ആൽക്കൈൽ ഗ്രൂപ്പ്സേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് പോസിറ്റീവിൻ്റെ കേസിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, മിത്തോക്സി മീഥൈൻ ആണോ അതോ എത്തനോൾ ആണോ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള? രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്. മിത്തോക്സി മീഥൈൻ ആണോ എത്തനോൾ ആണോ മോർ സ്ട്രോങ് ആയിട്ടുള്ള ബേസ്? ഏതാണ് സ്ട്രോങ് ബേസ്? ഇത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ച് പറയാമോ? സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് ബേസ് ആവുക. ഈ ആൽക്കഹോളിലും OHൻ്റെ ഓക്സിജൻ്റെ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതാ മോർ ബേസിക്? ഇതിൽ രണ്ടെണ്ണത്തിലും നമുക്കറിയാം ഇവിടെ 2 ആളുകൾ കൊടുക്കാൻ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടി ഇവിടെ 2 ആളുകളുണ്ട്. എന്നാൽ ഇവൻ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ഉള്ളൂ ഇലക്ട്രോണിനെ കൊടുക്കാൻ വേണ്ടി. ഇപ്പുറേ ഭാഗത്ത് ഹൈഡ്രജൻ ഉള്ളത്. അപ്പം ആരായിരിക്കും ഇവിടെ മോർ ബേസിക്? ഇവനായിരിക്കും. മിത്തോക്സി മീഥൈൻ ഈസ് സ്ട്രോങ്ങർ ബേസ് ദാൻ എത്തനോൾ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീസോമറിക് ഇഫക്റ്റിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.